ദജ്ജാൽ ചവിട്ടൂല. ദജ്ജാൽ വരാത്ത മണ്ണ് ഒന്ന് മക്ക, ഒന്ന് മദീന, ഒന്ന് ഫലസ്തീനിലെ മുഖദ്ദസ്, ഒന്ന് തൂർ പർവ്വതം. തൂർ പർവ്വതത്തിലേക്കാണ് അള്ളാഹു തന്റെ വെളിച്ചം അയച്ചത്. ഫഖറ മൂസ സഇഖ, മൂസ ബോധം കെട്ട് വീണത്. ഇതൊക്കെയാണ് ലോക ചരിത്രം, ഇതൊക്കെയാണ് ഖുർആന്റെയും ചരിത്രം. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് ഇത് പഠിച്ചേ മതിയാവും. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയൂല. വെറുതെ നമ്മളതിന് മെനക്കെടുന്നതിനാ. ഖുർആൻ എന്നാൽ ചരിത്രത്തെ എങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഗ്രന്ഥാണ്. എന്ത് പറഞ്ഞാലും ഉടനെ ചരിത്രം പറയും. അത് എന്തിൻ്റെ ഇടയിൽ പറയും? അതങ്ങനെ തന്നെയല്ലേ, എവിടെ പറഞ്ഞാലും ചരിത്രം പറയും. ശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തുഹാഹ വനഫ്സി വമാ സവാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്റെ ഹൃദയം നന്നാകേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. ഉടനെ ചാടി കല്ലബത് ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها. ഉടനെ ചരിത്രത്തിലേക്ക് ചാടി. എവിടെ പറഞ്ഞാലും ചരിത്രത്തിലേക്ക് ചാടും. എത്ര തവണയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇബ്ലീസിന്റെയും കഥ പറഞ്ഞത്? അൽ ബഖറയില്, അൽ ഇമ്രാനില്, നിസായില്, അനാമില്, മായിദയില്, അറാഫില്, എല്ലാത്തിലും സവിസ്തരം പറഞ്ഞു. സൂറത്തുൽ ഇസ്രായില് അത് കഴിഞ്ഞാൽ പിന്നെ പറയില്ല എന്ന് വിചാരിച്ചത് ഉടനെ പറഞ്ഞു അൽ കഹ്ഫിൽ وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء وهم لكم عدو بئس للظالمين بدلا. പിന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മറിയം, അവിടെയും പറഞ്ഞു, ത്വാഹ പറഞ്ഞു. ഇത് പറയാത്ത സ്ഥലേതാ? അപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഉടനെ എന്ത് പറയും? ചരിത്രം പറയും. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഗൗരവമായ ചരിത്രത്തിന്റെ ഒരു വേദഗ്രന്ഥമാണ്. ആ ചരിത്രം പഠിക്കാതെ ഖുർആൻ പഠിക്കാൻ കഴിയില്ല. ഖുർആൻ എന്ന് പറയുന്നത് ഐതിഹ്യമല്ല, ലോകത്തെ ചൂടുള്ള ഒരു ചരിത്രത്തിന്റെ ഓർമ്മകൾ കൊണ്ട് ഒരു ഉമ്മത്തിനെ മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കാണ്. അതുകൊണ്ട് ആ ചരിത്രം പഠിച്ചേ പറ്റൂ. ഞാൻ നീട്ടുന്നില്ല, അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഇൽമിനെ നാഫിയാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഞങ്ങൾക്ക് വെളിച്ചത്തിന്റെ വഴി കാട്ടി തന്നവർ എവർക്കും നീ പുറത്തു തരണമേ തമ്പുരാനെ. നിന്റെ ഫിർദൗസിന്റെ വാതിൽ ഇവരുടെയും ഞങ്ങളുടെയും ഒക്കെ ഖബറിലേക്ക് നീ തുറക്കണമേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിന് നീ വിജയം നൽകണമേ റബ്ബേ. ഹറമൈൻ ഷരീഫെ നീ സംരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ പേടിക്കപ്പെടേണ്ട സകല മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണമേ റബ്ബേ. വർഗീയത വളരുന്നതിനെ തൊട്ടും വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനെ തൊട്ടും നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് വിമോചനം നൽകണമേ തമ്പുരാനെ. എവിടെയും ലോകത്തെവിടെയും വീണ്ടും കഷ്ടപ്പെടുന്ന ഈ സമുദായത്തിന് മുഹറത്തിന്റെ ആവർത്തനം പോലെ ഒരു വിമോചനത്തിന്റെ ആവർത്തനം ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ സ്വന്തം നാട്ടിലെ അഭയാർത്ഥികളും കഷ്ടപ്പെടുന്നവരും വിദേശികളുമായി കഴിഞ്ഞുകൂടുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് മുസ്ലിമീങ്ങൾ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ റബ്ബേ. വർഹമില്ലാഹുമ്മ ബി അഹ്ലിൽ ഇറാഖ് വർഹമില്ലാഹുമ്മ ബി അഹ്ലി ഫലസ്തീൻ വർഹമില്ലാഹുമ്മ ബിസായിരി ബുൽദാനിൽ മുസ്ലിമീൻ. അല്ലാഹുവേ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവിടെ പറയപ്പെട്ട ആ സഹോദരൻ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നീ നല്ലതും ഖൈറും ബറക്കത്തും സലാമത്തും നൽകണമേ റബ്ബേ. പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അനുയോജ്യരും സ്വാലിഹീങ്ങളുമായ ഭർത്താക്കന്മാരെ തരണമേ റബ്ബേ. ആൺകുട്ടികൾക്ക് നല്ല ജീവിതം നൽകണമേ തമ്പുരാനെ. നല്ല ഇണകളെ തരണമേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകുകയും മക്കളില്ലാത്തവർക്ക് ഹലാലായ മാർഗത്തിൽ സ്വാലിഹായ മക്കളെ തരികയും ചെയ്യണമേ തമ്പുരാനെ.
ഞങ്ങളുടെ മക്കളെല്ലാം അനുസരണയുള്ളവരും അച്ചവടക്കമുള്ളവരും ആയിത്തീരണമേ തമ്പുരാന്. എല്ലാവർക്കും യഥാർത്ഥമായ മതബോധം നീ നൽകണമേ പടച്ചവനെ. അള്ളാഹുവേ റഹ്മാനെ, തൊഴിലാളികളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. തൊഴിലാളികളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. തൊഴിലാളികളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കൃഷിക്കാരുടെ കൃഷിയിലും കച്ചവടക്കാരുടെ കച്ചവടത്തിലും ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും എല്ലാം നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു തരണമേ തമ്പുരാന്. എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഒരുപാട് ദീനിയായ സംരംഭങ്ങളിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നവരാണ്. എല്ലാത്തിനെയും നീ വിജയിപ്പിക്കണമേ തമ്പുരാന്. എല്ലാം നിന്റെ പൊരുത്തത്തിലും റാഹത്തിലും ആക്കി തരണമേ റബ്ബേ. വായുവിൽ സഞ്ചരിക്കുന്നവരെ, വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്നവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാന്. അള്ളാഹുവേ, ഗൾഫിൽ പോയി അധ്വാനിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഹലാലായ സമ്പാദ്യവും സന്തോഷത്തിൻ്റെ മടക്കയാത്രയും നീ നൽകണമേ തമ്പുരാനെ. അവിടെയും നിന്റെ സന്തോഷം ഉണ്ടാകണമേ റബ്ബേ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداءك أعداء الدين وأعلي كلمتك إلى يوم الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി നീ മരിപ്പിക്കണമേ തമ്പുരാനെ. ഖബർ ജീവിതം ഞങ്ങൾക്ക് ആനന്ദമാക്കണമേ റബ്ബേ. സിറാത്ത് എളുപ്പമാക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം സേവനം ചെയ്യാനുള്ള ദീർഘായുസ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم